നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടരുത്. കമ എന്ന് മിണ്ടരുത്, പ്രതികരിക്കരുത്, സമൂഹ മാധ്യമത്തിൽ പ്രതികരിക്കരുത്, അഭിപ്രായം പറയരുത്. ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന അനൌദ്യോഗിക ഉത്തരവാണ് ഇത്. മിണ്ടരുത്. അതായത് ദേവസ്വം ബോർഡിൽ എന്ത് തോന്നിയാസവും ആർക്കും കാണിക്കാം, പക്ഷേ പ്രതികരിക്കരുത്. ഇവിടെ LDF സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ, സമൂഹ മാധ്യമത്തിലോ മറ്റോ പ്രതികരിച്ചാൽ, തീർച്ചയായിട്ടും അവർക്കിട്ട് നല്ല പണി കൊടുക്കും. അതുപോലെ ദേവസ്വം ബോർഡിനോ ബോർഡ് അംഗങ്ങൾക്കോ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ എതിരെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും ആരും മിണ്ടരുത്, ആരും പ്രതികരിക്കരുത്. ഈ ദേവസ്വം ബോർഡിലെ കൊള്ളയും അതുപോലെയുള്ള വിശേഷങ്ങളാണല്ലോ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് കാര്യങ്ങൾ, രഹസ്യങ്ങൾ അടക്കം പറഞ്ഞു തരുന്നത് നമ്മുടെ സുഹൃത്തുക്കളായ പല ദേവസ്വം ബോർഡ് ജീവനക്കാരുമാണ്. അപ്പം അവർക്ക് ഭയമുള്ളത് കൊണ്ട് അവരുടെ ഒന്നും ഐഡന്റിറ്റി പുറത്തു പറയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കില്ല. ഇത്തരത്തിൽ എന്ത് തോന്നിയാസവും കാണിക്കാം, എന്നിട്ട് ഇത്തരത്തിൽ ഒരു തിട്ടൂരം ഇറക്കിയാൽ എല്ലാം കഴിഞ്ഞു. മിണ്ടരുത്, ഒരു അക്ഷരം കമായെന്ന് മിണ്ടരുത്. ഈ കോൺഗ്രസ്സുകാർ പലപ്പോഴും ഈ പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറഞ്ഞ് തിട്ടൂരം ഇറക്കാറുണ്ട്, ഓർഡർ കൊടുക്കാറുണ്ട്. AICCയുടെയും അതുപോലെ തന്നെ KPCCയുടെയും ഒക്കെ ഉത്തരവുണ്ട്. പരസ്യ പ്രതികരണം പാടില്ല, എന്നാൽ രഹസ്യ പ്രതികരണമാകാം. ഇത് രഹസ്യവും പറയാൻ പാടില്ല, പരസ്യവും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഇത് ജനങ്ങളുടെ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമല്ലേ ശബരിമല. ദേവസ്വം ബോർഡ് എന്നത് നടത്തിപ്പുകാർ മാത്രമാണ്. ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡിലെ പഴയ പ്രസിഡന്റിനോ പുതിയ പ്രസിഡന്റിനോ ഒന്നും, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കോ ഒന്നും ശബരിമലയോ മറ്റ് ക്ഷേത്രങ്ങളോ തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അവർ അതിന്റെ നടത്തിപ്പുകാർ മാത്രമാണ്, സംഘാടകർ മാത്രമാണ്. ഇവർ സ്വന്തം ഈ സംഘാടന കിട്ടിയ ആ ഒരു അവസരം ദുരുപയോഗം ചെയ്താണ് ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയും മറ്റു കൊള്ളകളും ഒക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM നേതാവ് അനിൽകുമാർ ചോദിക്കുന്നത് കേട്ടു, ഇതിനു മുൻപും ഇവിടെ വിഗ്രഹമോഷണം നടന്നിട്ടില്ലേ, കൊള്ള നടന്നിട്ടില്ലേ, അമ്പലം വിഴുങ്ങിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശബരിമലയിൽ ഈ നടന്നതും അതങ്ങനെ കരുതിയാൽ മതി എന്നുള്ളതാണോ സഖാവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ ഒരു തിട്ടൂരം ഇറക്കിക്കൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വായടച്ചിട്ടിരിക്കുകയാണ് സർക്കാരും CPMന്റെ തിട്ടൂരമാണെന്നാണ് കേൾക്കുന്നത്. അതായത് CPM യൂണിയനിൽപ്പെട്ട ധാരാളം നേതാക്കളൊക്കെ തന്നെ ദേവസ്വം ബോർഡിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ബിനു എന്ന വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വാർത്ത DNA നൽകിയിരുന്നു. അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ആളുകൾ അവിടെ ഇങ്ങനെ വിഹരിക്കുകയാണ്. അവരാണ് ഇത്തരത്തിൽ ഉത്തരവുകൾ ഇറക്കുന്നതും ദേവസ്വം ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുന്നതും. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിയാസവും കാണിക്കാം, പക്ഷെ അതേക്കുറിച്ചൊന്നും മിണ്ടരുത്, അതേക്കുറിച്ചൊന്നും പറയരുത്, അതേക്കുറിച്ച് പ്രതികരിക്കരുത് എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നൈതികത എന്താണ്, അത് പരിശോധിക്കട്ടെ. കാരണം അവരും ജീവനക്കാരും മനുഷ്യരാണ്, അവരും നികുതി കൊടുക്കുന്ന പൗരന്മാരാണ്. അവർ ജോലി ചെയ്യുന്നതിന് ശമ്പളം വാങ്ങുന്നുണ്ട്. ആ നികുതി പണവും ഇതുപോലെ ഭക്തരുടെ പണം കൊണ്ടാണ് ആ ശമ്പളവും അവർ വാങ്ങുന്നത്. അപ്പം അവർക്കും സമൂഹത്തോട് ഉത്തരവാദിത്തങ്ങളില്ലേ? അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ വിഷമിക്കുന്ന ഉദ്യോഗസ്ഥരില്ലേ? സ്വന്തം സ്ഥാപനത്തെ ഇത്തരത്തിൽ അപകീർത്തികരമായ കാര്യം വരുമ്പോൾ, അത് കേസെടുത്ത് അന്വേഷണമാകുമ്പോൾ അവർക്കും വിഷമമാകില്ലേ? അവർക്ക് പ്രതികരിക്കില്ലേ? അവരുടെ വായടച്ച് ഇട്ടിട്ട് എന്ത് കാര്യം? ഇതിപ്പോൾ ആരുടെ വാ മൂടിക്കെട്ടിയാലും, ആരെ ഭീഷണിപ്പെടുത്തിയാലും, ആരെ വിരട്ടിയാലും, പഴയ ആൾക്കാരെ നിലനിർത്തിക്കൊണ്ട് പുതിയ ബോർഡിനെ മുമ്പോട്ട് തള്ളിക്കൊണ്ടു പോകാൻ ശ്രമിച്ചാലും ഒക്കെ തന്നെ സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. യാതൊരു സംശയവും അതിനകത്തില്ല, തർക്കവുമില്ല. മിണ്ടാതെ ഇരുന്നു എന്ന് വിചാരിച്ച് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ, മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റും അതുപോലെ ഉദ്യോഗസ്ഥരും ഇവരൊക്കെ ചെയ്ത ഈ തോന്നിയാസം, ഈ തീവട്ടി കൊള്ളയല്ലാതാകുന്നില്ല. കള്ളന്മാർ തന്നെയാണ്. ഭഗവാന്റെ മുതൽ കട്ടുമുടിച്ച ചെറ്റകളാണ് ഇവരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. എന്നിട്ട് ആരോടും ഒന്നും മിണ്ടരുത്, പ്രതികരിക്കരുത്, വാ തുറന്നു പോകരുത് എന്ന് ഭീഷണിയും തിട്ടൂരും. അതും ഔദ്യോഗികമായി ധൈര്യമുണ്ടെങ്കിൽ ഇറക്കും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമുണ്ട്, കുറെ ആളുകളുമുണ്ട്, ഒരു CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുമുണ്ട്, LDF എന്ന് പറയുന്ന ഒരു സർക്കാരുമുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ച് അയ്യപ്പ സംഗമവും നടത്തി, അതിനും മുടക്കി 5-8 കോടി രൂപ ദേവസ്വം കമ്മീഷണറുടെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് മറ്റാണ് അതിന് പൈസ എടുത്തത്. എന്നിട്ട് പറയുന്നതൊക്കെയോ ശുദ്ധ അസംബന്ധവും ശുദ്ധ പൊട്ടത്തരവും.
ഇനിയിപ്പോൾ കടകംപള്ളിയിലേക്കും അതുപോലെ മറ്റ് പല പ്രമുഖരിലേക്കും ഒക്കെ അന്വേഷണം നീണ്ടു കഴിയുമ്പോൾ പുതിയ ന്യായീകരണവാദവുമായിട്ടും ചിലർ ഇവിടെ രംഗത്ത് വരും.